KPCC പുനഃസംഘടനയിൽ അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരെ തുറന്നടിച്ച് ഓർത്തഡോക്സ് സഭ. സഭയുടെ വോട്ട് വേണ്ടെങ്കിൽ അത് കോൺഗ്രസ് തുറന്നു പറയണം. കോൺഗ്രസിന്റെ കാര്യങ്ങൾ സഭകളല്ല തീരുമാനിക്കുന്നത് എന്ന സണ്ണി ജോസഫിന്റെ പരാമർശത്തിനാണ് മറുപടി. വിവരങ്ങളുമായി ലാൽ കൃഷ്ണൻ ചേരുകയാണ്. ലാൽ കൃഷ്ണൻ, കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇതിപ്പോൾ KPCC അധ്യക്ഷന്റെ പരാമർശത്തിൽ ഒരു മറുപടി എന്നതിനപ്പുറം ഇതിനൊരു രാഷ്ട്രീയമാനം കൂടിയില്ലേ? തീർച്ചയായിട്ടും ആദ്യം പറഞ്ഞതിനാണ് കൂടുതൽ പ്രാധാന്യം. അതായത് KPCC അധ്യക്ഷൻ പറഞ്ഞത് സഭ പാർട്ടി കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്നുള്ളതായിരുന്നു. അത് ഇടപെടേണ്ടതില്ലെങ്കിൽ സഭയുടെ പിന്തുണ വേണ്ടെങ്കിൽ അത് തുറന്നു പറയണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഓർത്തഡോക്സ് സഭയുടെ വൈദിക ട്രസ്റ്റ് കൂടിയായിട്ടുള്ള തോമസ് വർഗീസ് അവയിലാണ്. അദ്ദേഹത്തിന്റെ പ്രധാന പരാമർശത്തിൽ ആദ്യം പറയുന്നത് തന്നെ പാർട്ടി കാര്യങ്ങൾ പാർട്ടിക്ക് തന്നെ തീരുമാനമെടുക്കാം, പക്ഷേ ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് പൊതുജനത്തിനും സഭയ്ക്കും എല്ലാവർക്കും കൂടി ഇംഗിതമുള്ളതാകണം. കഴിവുള്ളവരെ നേതൃനിരയിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാകണം. അവിടെ ചില താല്പര്യങ്ങളും മറ്റു കാര്യങ്ങളും ഉൾപ്പെടുത്തുമ്പോൾ അത് തുറന്നു പറയേണ്ടി വരും. ആ തുറന്നു പറച്ചിൽ എന്ന് പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം തന്നെയാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. മറിച്ച് അങ്ങനെയല്ല എങ്കിൽ അത് തുറന്നു പറയാനുള്ള ആർജവം കോൺഗ്രസ് കാണിക്കണം എന്നുള്ളതാണ്. ആ കൂട്ടത്തിൽ തന്നെ എടുത്തു പറയുന്ന ഒന്ന്, ഇത്തരത്തിലുള്ള സമവാക്യങ്ങളുടെ പുറത്ത് കസേര കിട്ടിയവർ ഈ വിഷയത്തിൽ അഭിപ്രായം പറയേണ്ടതില്ല എന്നുള്ളതാണ്. അനുകൂലമായ സാഹചര്യമാണ് എന്ന് പലർക്കും തോന്നുന്നുണ്ടാകും, പക്ഷേ മേഘവിസ്ഫോടനങ്ങളുടെ കാലഘട്ടം കൂടിയാണ് എന്നുള്ളത് ആരും മറക്കരുത് എന്ന ഒരു താക്കീത് കൂടി നൽകുന്നുണ്ട്. അതായത് സഭയുടെ കാര്യങ്ങൾ സഭ തുറന്നു തന്നെ പറയും. അത് രാഷ്ട്രീയമാണെങ്കിലും അല്ലെങ്കിലും സഭയ്ക്ക് പറയാനുള്ള അഭിപ്രായം പറയും. അത് കേൾക്കേണ്ടവർക്ക് കേൾക്കാം, കേൾക്കേണ്ടാത്തവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് കൂടി ഓർത്തഡോക്സ് സഭ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു താക്കീതിന്റെ സ്വരം കൂടി നൽകിക്കൊണ്ടാണ് ഓർത്തഡോക്സ് സഭ മുമ്പോട്ട് പോകുന്നത്. ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ ഇതുവരെ കോൺഗ്രസിന്റെ നേതാക്കൾ ആരും തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് KPCC അധ്യക്ഷനുള്ള ഒരു മറുപടി എന്നുള്ള രീതിയിൽ തന്നെയാണ് നിലവിൽ ഓർത്തഡോക്സ് സഭ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അതും ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റായിട്ട് തന്നെയാണ് ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തുനിന്ന് ഈ കാര്യം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ആളി കത്തിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് നിലവിൽ കോൺഗ്രസ് നേതൃത്വം പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ ഈ വിഷയത്തിൽ മറ്റു പ്രതികരണങ്ങൾക്ക് നിൽക്കാത്തതും. പക്ഷേ ഈ വിഷയവും ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സഭയുടെ തീരുമാനം. കാരണം അബിൻ വർക്കിയുടെ കാര്യത്തിലാണെങ്കിലും ചാണ്ടി ഉമ്മന്റെ കാര്യത്തിലാണെങ്കിലും സഭയ്ക്ക് പറയാനുള്ളത് അകത്താണെങ്കിലും പുറത്താണെങ്കിലും അത് തുറന്നു തന്നെ പറയും എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇന്നത്തെ ഓർത്തഡോക്സ് സഭയുടെ വൈദിക ട്രസ്റ്റി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന ഈ കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ശരി, ലാൽ കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. KPCC പുനഃസംഘടനയിൽ അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് ഓർത്തഡോക്സ് സഭ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.